ഫുഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ശർക്കര വരട്ടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചീട ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ അത് കാണാത്തവർക്കായിട്ട് ഞങ്ങൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ശർക്കര വരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഏത്തയ്ക്ക തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നല്ല തുടച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇത് നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, രണ്ടായിട്ട് കട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒരേ കനത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ ഞങ്ങൾ അല്പം ചെരിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതേ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ഫ്രൈ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അകത്ത് അധികം ഫ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ സിമ്മിലിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോരാം. ബാക്കി കായും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ചൂട് മാറിയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി അരിച്ചെടുക്കാം.
ലോ ഫ്ലെയിമിൽ ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുക്ക്, ജീരകം, ഏലക്ക ഇതെല്ലാം നന്നായി പൊടിച്ചെടുത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ശർക്കരയായിട്ട് റെഡി ആവുന്നുണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. ശർക്കരയൊക്കെ അധികം പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക.